ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ തോൽവിക്ക് മുഖ്യ കാരണം പൂരം അലങ്കോലമായതല്ലെന്ന് KPCC ഉപസമിതിയുടെ റിപ്പോർട്ട്. CPIM BJP അന്തർധാരയുടെ ഭാഗമാണ് പൂരം വിവാദം. TN പ്രതാപൻ മത്സരത്തിനില്ലെന്ന് നേരത്തെ പ്രഖ്യാപിച്ചത് തോൽവിക്ക് കാരണമായി. പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിൽ DCCക്ക് വീഴ്ചയുണ്ടായെന്നും വിമർശനമുണ്ട്. എന്നാൽ KPCC ഉപസമിതിയുടെ റിപ്പോർട്ടിന് പ്രസക്തിയില്ലെന്ന് K മുരളീധരൻ 24നോട് പറഞ്ഞു. അത് LDFന് UDFിൻ്റെ സംഘടനാ ദൗർബല്യം കാരണം അതിൻ്റെ മെച്ചം കിട്ടേണ്ടിയിരുന്നത് LDFനാണ്. പക്ഷേ LDFുകാർ അത് BJPക്ക് കൊണ്ടുപോകും. ഞാൻ മാറുന്നില്ല, വേണമെങ്കിൽ എന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാണ് എന്ന് ഞാനന്ന് പറഞ്ഞില്ല. അതാണ് എൻ്റെ ഭാഗത്ത് പറ്റിയ തെറ്റ്. അപ്പോൾ അങ്ങനെ തെറ്റ് എനിക്ക് പറ്റിയെന്ന് എനിക്ക് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ പിന്നെ പരാജയത്തിൻ്റെ കാരണം എന്താണെന്നുള്ള റിപ്പോർട്ട് എനിക്ക് കാണേണ്ട ആവശ്യമില്ല. റിപ്പോർട്ടിൽ പ്രസക്തി ഇല്ല എന്നാണോ പറയുന്നത്? ആ റിപ്പോർട്ടിന് പ്രസക്തിയൊന്നുമില്ല. ഇനി എന്താ, കഴിഞ്ഞ കുറേ കാലത്തെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഒരു റിപ്പോർട്ടിൻ്റെ പേരിലും ആർക്കെതിരായിട്ട് നടപടി എടുത്തിട്ടില്ല. പിന്നെ റിപ്പോർട്ടിനെ കുറിച്ച് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ ആരെക്കുറിച്ചും പരാതിയും പറഞ്ഞിട്ടില്ല. സൂരജ് സജി വിവരങ്ങളുമായി. സൂരജ്, അന്ന് തന്നെ KPCC ഇത്തരത്തിലേക്ക് ഒരു അന്വേഷണത്തിനൊക്കെ ഉത്തരവിട്ടതാണ്. ഇപ്പോൾ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള മറ്റ് അന്വേഷണ റിപ്പോർട്ടുകളുടെ കാര്യം വരുമ്പോഴാണ് ഇങ്ങനെ ഒരു KPCC റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ മാധ്യമങ്ങളിൽ ചോദ്യം ഉയർന്നത്. ഇപ്പോൾ അത് പുറത്തു വിട്ടിട്ടുണ്ടോ? ഔദ്യോഗികമായി റിപ്പോർട്ട് പുറത്തു വന്നോ? ഇതിൽ ആരുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പൂരം ഒരു വിഷയമേ അല്ല എന്നുള്ളതാണോ ഇതിൽ പറയുന്നത്? അനുജ, തൃശൂരിലെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നുള്ള വിവാദം അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങിയതോടുകൂടിയാണ് KPCC ഇടപെട്ടുകൊണ്ട് T സിദ്ദിഖ്, അതുപോലെ തന്നെ R ചന്ദ്രശേഖരൻ, 3 അംഗ സമിതി, അതായത് KC ജോസഫ് അടങ്ങുന്ന ഒരു 3 അംഗ സമിതിയെ നിയോഗിച്ചത്. ഈ സമിതിയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ 3 ആഴ്ച മുമ്പ് KPCCക്ക് സമർപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് ഒരു തരത്തിലും പുറത്തു വിടേണ്ടതില്ല, 2 ഉപതെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ വിടേണ്ടതില്ല എന്നുള്ളതായിരുന്നു തീരുമാനം. പക്ഷേ അതിലെ സുപ്രധാന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് പ്രകാരം തൃശൂർ പൂരം കലക്കിയതല്ല തൃശൂരിലെ തോൽവിക്ക് മുഖ്യ കാരണം എന്നുള്ളതാണ് ഈ സമിതിയുടെ കണ്ടെത്തൽ. അത് സംഘടനാപരമായ വീഴ്ച അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഈ സമിതിയുടെ കണ്ടെത്തലിന്റെ ഭാഗമായി പറയുന്നത്. 1200-ലധികം ബൂത്തുകളിൽ 700 ബൂത്തുകളിൽ പോലും 1-ാം സ്ഥാനത്ത് എത്താതിരുന്നത് DCCയുടെ അടക്കം പ്രവർത്തനത്തിൽ വന്ന പാളിച്ചയാണ്. DCC ആദ്യഘട്ടത്തിൽ K മുരളീധരൻ സ്ഥാനാർത്ഥിയായി എത്തുന്ന സമയത്ത് വലിയ സ്വീകരണം ഒരുക്കി, വലിയ പ്രചാരണം നയിച്ചു. പക്ഷേ പിന്നീടുള്ള ഘട്ടത്തിൽ ഈ പ്രചാരണം നയിക്കുന്നതിനോ അല്ലെങ്കിൽ ഈ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിലോ DCC അമ്പെ പരാജയപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയുന്നത് TN പ്രതാപന്റെ പ്രവർത്തനമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇനി മത്സര രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് TN പ്രതാപൻ പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തിൽ ആ ഇടം, TN പ്രതാപന്റെ ഇടം കൃത്യമായി സുരേഷ് ഗോപി ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഈ സന്നദ്ധ പ്രവർത്തനം അടക്കം നടത്തിക്കൊണ്ട് ജനകീയമായ ഒരു ഇടപെടൽ നടത്താൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു. അങ്ങനെ തൃശൂരിൽ ഒരു ഇടം പിടിക്കാൻ സുരേഷ് ഗോപിക്ക് സാധിച്ചു. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് നേട്ടമുണ്ടാക്കാനായത്. അതാണ് DCCയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച. ഒപ്പം TN പ്രതാപൻ തുടക്കത്തിൽ തന്നെ മത്സരിക്കാനില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചത്. ഇതെല്ലാം കോൺഗ്രസിന് തൃശൂരിൽ തിരിച്ചടിക്ക് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ് KPCCയുടെ ഉപസമിതിയുടെ റിപ്പോർട്ട്.